ഇന്ന് നമുക്ക് പഴയ യൂണിഫോമിൻ്റെ അളവിന്ന് നമ്മൾ എല്ലാ അളവുകളും എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് കട്ട് ചെയ്യണ ഭാഗത്തിൻ്റെ സൗണ്ട് കുറച്ച് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളിതിൽ ഷോൾഡർ 6.5 എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെസ്റ്റ് ലൈൻ 7, അതുപോലെ നമ്മൾ ചെസ്റ്റ് 8.5, അതിൽ കൂടെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ ഷേപ്പ് 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടതിൻ്റെ ശേഷം നമ്മളതിൻ്റെ ചുരിദാറിൻ്റെ ഏറ്റവും അടിഭാഗം മാർക്ക് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ ചെസ്റ്റ് പ്ലസ് ഹാഫ് ചെസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 4/1 ഭാഗം പ്ലസ് 1 ഇഞ്ച് അങ്ങനെ നമ്മൾ ഒക്കെ മാർക്ക് ചെയ്തിട്ട് യൂണിഫോമിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ടോപ്പിൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് നമ്മൾ 2.75 5.5 ഫ്രണ്ടും ബാക്ക് 2.75 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം അതിൻ്റെ പാൻറ്റാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അളവുകളൊക്കെ ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് പ്ലസ് അത് കൂടെ അരഭാഗത്ത് അലാസ്റ്റിക്കിന് ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗം, അടിഭാഗത്ത് മടക്കിയെടുക്കേണ്ട ലെങ്ത്ത്, അതൊക്കെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാതും അളവൊക്കെ കയ്യിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് 4 മടക്കായിട്ട് ക്ലോത്ത് മടക്കി വെച്ചിട്ട് ഒക്കെ മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അടിഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ലൈന് വരയ്ക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് 36 ഇഞ്ചാണ്. അതിൽ കൂടെ നമുക്ക് ഒരു 4 ഇഞ്ച് കൂടി ആഡ് ചെയ്തെടുക്കാം. ക്ലോത്ത് ഉള്ളതുകൊണ്ട് 4 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ അടിഭാഗത്തൊക്കെ 1 ഇഞ്ച് മടക്കി അടിച്ചാലും മതി. അതുപോലെ നമുക്ക് ബോട്ടം റൗണ്ട് വരുന്നത് പാൻറ്റിൻ്റെ അടിഭാഗത്തെ റൗണ്ട് 5.5 ഇഞ്ചാണ് വരുന്നത്. അതിൽ കൂടി സ്റ്റിച്ചിങ് ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ട് അടിഭാഗത്ത് മാർക്ക് ചെയ്യാം. 2 മാർക്കിങ് കൊടുക്കുക. അടിഭാഗത്തൊന്ന് കറക്റ്റ് ലെവലാക്കാനുള്ള മാർക്കിങ്ങും പിന്നെ നമുക്ക് മടക്കിയെടുക്കാനുള്ളൊരു മാർക്കിങ്ങും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 36 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് അലാസ്റ്റിക് വെക്കാനുള്ള ആ 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ അലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം പോയിൻ്റ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ കറക്റ്റ് 40 ഇഞ്ച് ആദ്യം തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ ഇതിനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർക്കിങ്ങും ആദ്യം തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തിയിൽ നമ്മൾ മുകൾ ഭാഗത്ത് എത്രയെന്ന് നമ്മൾ എല്ലാ അളവുകളും കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ 12.5 ഇഞ്ചാണ് വരുന്നത്. അരഭാഗത്ത് 2 ഇഞ്ച്, നമ്മൾ ലെങ്ത്ത് 36 വരുന്നത്. ടോട്ടൽ ലെങ്ത്ത് എല്ലാ സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി ഉൾക്കൊണ്ടിട്ട് നമ്മൾ 40 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 12.5 ഇഞ്ചിൽ മുകളിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ 2 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരച്ച ലൈനിന് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അത് 15 ഇഞ്ചാണ്. അതിലെല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെയും എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ ഈ ഭാഗം 15 ഇഞ്ചിലൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ പാൻറ്റിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തിരുന്നു. ആ 15 ഇഞ്ചിൽ 12.5 ഇഞ്ച് മുകളിലത്തെ അതേ പോയിൻറ്റിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ഒരു 2.5 ഇഞ്ചും കൂടി അറ്റത്തേക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നമ്മൾ 15 ഇഞ്ചിൽ നിന്ന് അളവെടുത്തിട്ട് ഒക്കെ നമ്മൾ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. 1 ഇഞ്ച് പോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ജസ്റ്റ് കോർണർ നമുക്ക് ഇങ്ങനെ ഒന്ന് കർവായിട്ട് വരച്ചെടുക്കാം. മുകളിൽ നിന്ന് 15, ഈ വീതിയുള്ള ഭാഗവും 15, ഏറ്റവും ടോപ്പിൽ ലാസ്റ്റിക്ക് വരുന്ന ഭാഗം 4 മടക്കിൽ 12.5 ഇഞ്ച്. അതിൻ്റെ ശേഷം അടിഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ആ മാർക്കിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അടിഭാഗത്ത് മടക്കി അടിക്കാനിട്ട ലൈൻ ഉണ്ടല്ലോ, അവിടെ ഒരു കട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് മടക്കി അടിക്കുമ്പോൾ 2 കാലിൻ്റെ കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടും. ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. കുട്ടികളുടെയൊക്കെ 2.5 എടുക്കുക, വലിയവരുടെ 3 3.5 എടുക്കുക ക്രോച്ചിൻ്റെ ഭാഗം. ഇനി നമുക്കിതിന് എലാസ്റ്റിക്കും കൂടി കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മൾ അളവ് പാൻറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
25 ഇഞ്ചിലെ ഒരു നീളത്തിലൊരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഇലാസ്റ്റിക് സാധാരണ വെക്കുന്ന പോലെ വെക്കാം. അപ്പോൾ ഇത്രയാണ് യൂണിഫോമിൻ്റെ പാൻറ്റ് കട്ടിങ് വരുന്നത്.